അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അനാഥനായി ജനിച്ചു വളർന്ന ലോകത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ ആ പ്രവാചകനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധി എഴുതിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, 1400 വർഷം മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ചെറുപ്രായത്തിൽ തന്നെ അല്ലമീൻ എന്ന ഓമന പേര് ലഭിച്ച നമ്മുടെ നബിക്ക് കുറച്ചു കാലം കൊണ്ട് തന്നെ ആ ജനതയ്ക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാനും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനും സാധിച്ചു. ആ മുത്തു റസൂലിൻ്റെ പേരിൽ ധാരാളം സലാത്ത് ചെല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സോൺ പ്രസംഗം മലയാളം തുടരുന്നു. ലെറ്റർ സി ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ലെറ്റർ സി ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും. ആദരണീയായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേദിയിൽ പ്രതീക്ഷയാണല്ലോ തിരുനബി എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. ഏവർക്കും കാരുണ്യമാക്കാൻ ജീവിതക്രമങ്ങളുമായാണ് പറ്റുന്ന ഹൃദ്യമായ പെരുമാറ്റവും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനമനസ്സുകളിൽ ഇടം നേടിയവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കുട്ടികളോടും മുതിർന്നവരോടും സർവ മനുഷ്യരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരായിരുന്നു. ഒരു നേതാവിനുണ്ടാകുന്ന സർവ ഗുണങ്ങളും എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ശത്രുക്കളോട് പോലും നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. തോയിഫിന്റെ തെരുവിലൂടെ അഭയം തേടി തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കല്ലെടുത്ത് എറിയുകയായിരുന്നു ചെയ്തത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. മാതൃകയാക്കാൻ എന്നും നബിയെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സോൺ പ്രസംഗം മലയാളം തുടരുന്നു. ലെറ്റർ ഡി ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ലെറ്റർ ഡി ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ. വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തിന് പ്രതീക്ഷയാണ്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പഠിക്കാൻ ശ്രമിക്കണം. അവിടുത്തെ ജീവിതചര്യ നാം മുറുക്കെ പിന്തുടരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നത്, നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അയച്ചത് എന്നാണ്. വൈക്കേടിലാക്കുന്ന ബാല്യത്തെ നന്മയുടെ ലോകത്തേക്ക് എത്തിക്കാൻ നാം മുത്തുനബിയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും മുത്തുനബിയെയാണ്. മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും എല്ലാത്തിനും കാരുണ്യമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരോട് ഷേ എന്നൊരു വാക്ക് പോലും പറയരുത്. ഉസ്താദുമാരെയും മുതിർന്നവരെയും ആദരിക്കണം. അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിസ്ഥിതി നശിപ്പിക്കരുത്. നല്ല കാര്യങ്ങൾ ചെയ്യുക, ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. പാവങ്ങളെ സഹായിക്കുക. നല്ല കൂട്ടുകാരുമായി സഹവസിക്കുക. മറ്റുള്ളവരെ കുറ്റം പറയരുത്. മറ്റുള്ളവരെ ചീത്ത പറയരുത്. തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നാം മുത്തുനബിയെ നന്നായി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. ഈസ് ഓൺ പ്രസംഗം മലയാളം തുടരുന്നു. ലെറ്റർ ഇ ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ലെറ്റർ ഇ ഓൺ ദി സ്റ്റേജ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും മുസ്ലിങ്ങളല്ലേ? ആരൊക്കെ മുസ്ലിങ്ങൾ എന്നറിയണ്ടേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, നാവ് കൊണ്ടും കൈ കൊണ്ടും ഒരാളെ ശിക്ഷിക്കാത്തവരാണ് അസ്സലാമു അലൈക്കും. ഈസ് ഓൺ പ്രസംഗം മലയാളം കഴിഞ്ഞാലുടൻ എഡ്സോൺ സംഘഗാനം ആരംഭിക്കുന്നു. ലീഡേഴ്സ് ശ്രദ്ധിക്കുക. എഡ്സോൺ സംഘഗാനം മത്സരികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എഡ്സോൺ സംഘഗാനം മത്സരികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈസ് ഓൺ പ്രസംഗം മലയാളം തുടരുന്നു. ലെറ്റർ എഫ് on the stage. Just please note. Letter F on the stage. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഇതേ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് ഞാൻ സംസാരിക്കട്ടെ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഏത് പ്രതിസങ്കടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുകയുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു. ഇത് കേട്ട് തന്നെയാണ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പോലും അൽ-അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഹ്റാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഓരോ സമയം മാറി നിൽക്കാൻ കഴിയില്ല. പ്രവാചകൻ, എന്തെങ്കിലും തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത്. ഈ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. ഇത് കേട്ട അഹ്റാബി സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മതിയല്ലോ, ബാക്കിയെല്ലാം ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മോഷ്ടിച്ചിരുന്ന എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ മോഷണം ഒഴിവാക്കുകയും ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നബിയുമായി ചെയ്ത കാര്യം ഓർമ്മ ചെയ്തു. ഇങ്ങനെയാണ് അവിടുത്തെ അനുയായി കള്ളം ഉപദേശിച്ചു സർമാതിരേക്കു നയിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സോൺ പ്രസംഗം മലയാളം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അധമസഞ്ചാരത്തിൻ്റെ പര്യായമായിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തെ നീതിയുടെയും സത്യത്തിൻ്റെയും കാവലാളുകൾ എന്ന നിലയിലേക്ക് കൈപ്പിടിച്ചാനയിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499-ാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ബ്ലൈസ് മദീന മൽഹർ മീലാദ് ഫെസ്റ്റിൻ്റെ ശ്രദ്ധേയമായ ഇനം എഡ്സോൺ സംഘഗാനം, വേദിയിൽ എഡ്സോൺ സംഘഗാനം ആരംഭിക്കുന്നു. ഷിബിലി 4-ാം ക്ലാസ് ഷിബിലി അസ്സലാമു അലൈക്കും. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടതൻ എൻ്റെ ഹബീബേ, എൻ്റെ ഹബീബേ. അമ്പർ മിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടതൻ എൻ്റെ ഹബീബേ, എൻ്റെ ഹബീബേ. അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടതൻ എൻ്റെ ഹബീബേ, എൻ്റെ ഹബീബേ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലി പി ഗാനം ആലപിക്കുന്നു.